നമ്മൾ വായിച്ച് കേൾക്കുവാനിടയായി തീർന്നത്. പ്രൈസലോ 55-ാം സങ്കീർത്തനം ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. പ്രൈസലോ തൻ്റെ മകനായ അബ്ശാലോം ദാവീദിന് എതിരായിട്ട് മത്സരിച്ച് ആമേൻ തീർന്നപ്പോൾ ദാവീദിൻ്റെ ഏറ്റവും പ്രിയനും തൻ്റെ ആലോചകനുമായ അഹീതോഫെൽ അബ്ശാലോമിൻ്റെ കൂടെ കൂടി അബ്ശാലോമിന് ഉപദേശകനായി മാറിയെന്ന് ദാവീദ് കേട്ടപ്പോൾ ദാവീദിന് ഹൃദയത്തിൽ ഭയങ്കര വേദനയായി. അഹീതോഫെലിൻ്റെ ആലോചന ദൈവത്തിൻ്റെ ആലോചന പോലെ ആയിരുന്നു. അഹീതോഫെൽ ദാവീദിൻ്റെ വിശ്വസ്തനും ദാവീദിൻ്റെ ഉപദേഷ്ടാവുമായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ തൻ്റെ മകൻ രാജാവിന് അല്ലെങ്കിൽ ദാവീദിന് എതിരായി തീർന്നു എന്ന് കണ്ട് ഇനി നിലനിൽപ്പ് ദാവീദിൻ്റെ കൂടെ നിന്നാലില്ല, ഇനി നിലനിൽപ്പ് അബ്ശാലോമിൻ്റെ കൂടെ നിന്നാലേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയ അഹീതോഫെൽ കളം മാറ്റി ചവിട്ടി ആത്മീകത മാറ്റിവെച്ചു, നിലനിൽപ്പ് നോക്കി. ഹല്ലേലൂയ. അഹീതോഫെൽ നോക്കിയത് ആത്മീകതയല്ല, അഹീതോഫെൽ നോക്കിയത് നിത്യതയല്ല, അഹീതോഫെൽ നോക്കിയത് ദൈവരാജ്യത്തിൽ പോകുന്ന അനുഭവമല്ല, അഹീതോഫെൽ നോക്കിയത് ദൈവികതയല്ല, അഹീതോഫെൽ നോക്കിയത് നിലനിൽപ്പായിരുന്നു. ഹല്ലേലൂയ. ആത്മീയനും ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവനുമായ ദാവീദിനെ തള്ളിയിട്ട് കയ്യൂക്കും കരുത്തും കൊണ്ട് രാജ്യം പിടിച്ചെടുക്കുവാൻ നോക്കിയ അബ്ശാലോമിനോടൊപ്പം കരം കൊടുത്തപ്പോ അബ്ശാലോമിന്റെ കൂടെ ചേർന്നപ്പോ ഇത് ദാവീദ് അറിഞ്ഞു. ദാവീദിന് ഹൃദയത്തിൽ ഭയങ്കര വേദനയുണ്ടായി. ദാവീദ് അറിഞ്ഞു. ദാവീദിന് വളരെ പ്രയാസമുണ്ടായി. ദാവീദ് വല്ലാത്ത പ്രതിസന്ധിയിലായി. ആ സമയത്ത് രചിച്ച ഒരു സങ്കീർത്തനം എന്നാണ് ഈ സങ്കീർത്തനത്തെ കുറിച്ച് വേദശാസ്ത്രിമാർ അഭിപ്രായപ്പെടുന്നത്. അത് ജീവിക്കാൻ വേണ്ടി എടുക്കേണ്ട മാർഗമല്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ജീവിതം ശരിയാക്കാനുള്ള മാർഗമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ബൈബിൾ കയ്യിലെടുത്ത് ജീവിതം ശരിയാക്കുവാനുള്ള മാർഗമാണ്, നിത്യതയിൽ പോകുവാനുള്ള മാർഗമാണ്. ഹല്ലേലൂയ. എനിക്ക് 24 വർഷം മുമ്പ് ഞാൻ സ്നാനപ്പെടുവാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ചിന്തിച്ചൊരു കാര്യം ഇങ്ങനെയായിരുന്നു: എങ്ങനെ കർത്താവെ ജീവിക്കും? പ്രൈസ് ദി ലോർഡ്. എങ്ങനെ ജീവിക്കും എന്നായിരുന്നു എൻ്റെ ഒരു ചിന്തയായിരുന്നത്. എൻ്റെ കൂട്ടുകാരെയും വീട്ടുകാരെയും എല്ലാവരെയും വിട്ട് ഡൽഹിയിൽ നോയിഡ സെക്ടർ 20-ൽ ജലത്തിൽ കർത്താവിനെ സാക്ഷീകരിക്കുവാൻ ഇറങ്ങുമ്പോൾ സ്തോത്രം, ഇനി പുറകോട്ട് ചിന്തിക്കാൻ പറ്റത്തില്ലല്ലോ, എങ്ങനെ ജീവിക്കുമെന്ന് ചിന്തിച്ചതായിരുന്നു. അങ്ങനെയാ ഇറങ്ങിയത്. പക്ഷേ കഴിഞ്ഞ 25 വർഷമായി ദൈവം എന്നെ ജയകരമായി നടത്തി, ജയോത്സവമായി നടത്തി. ഈ ദൈവം എത്ര വലിയവനാണ്. ഞാൻ മുഖവരകൾ പറഞ്ഞ് സമയം കളയുന്നില്ല. ഒരു വാക്യം അതിൽ നിന്ന് അടർത്തിയെടുത്ത് 2 കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ 22-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. നിന്റെ ഭാരം യഹോവയുടെ മേൽ വച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. നിന്റെ ഭാരം യഹോവയുടെ മേൽ വച്ചുകൊള്ളുക. പ്രൈസ് ദി ലോർഡ്. ഭാരം ദൈവത്തിൻ്റെ മേൽ വച്ചാലേ നമ്മുടെ ജീവിതം ധന്യകരമായി തീരും. ഭാരവും കൊണ്ട് നമുക്ക് ഒരുപാട് ഓടാൻ പറ്റത്തില്ല, ഭാരവും കൊണ്ട് നമുക്ക് ഒരുപാട് നടക്കാൻ പറ്റത്തില്ല, ഭാരവും കൊണ്ട് നമുക്ക് ഒരുപാട് യാത്ര ചെയ്യാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഭാരത്തോടെ ഓടുന്നതും ഭാരമില്ലാതെ ഓടുന്നതും രണ്ടാണ്. ഭാരത്തോടെ ഓടുന്നതിനേക്കാൾ ഡബിൾ മൈൽ ഭാരമില്ലാതെ ഓടാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അല്ലേ? ഒരിക്കൽ ഒരു അമ്മച്ചി ഒരു വിറക് കെട്ടും തലയിൽ ചുമ്മിക്കൊണ്ട് ഇങ്ങനെ നടന്നു വരികയാ. നടന്ന് വന്നപ്പോ ഒരു വഞ്ചി കയറി വേണം അക്കരെ പോകാൻ. അപ്പോൾ വഞ്ചിയിൽ കയറി അമ്മച്ചി വഞ്ചിയിൽ ഇരിക്കുകയാണ്.
വഞ്ചി എന്ന് പറയുമ്പോൾ വള്ളത്തിൽ കയറി ഇരിക്കുകയാ. ഇരിക്കുമ്പോഴും അമ്മച്ചിയുടെ തലയിൽ ആ വിറക് കെട്ടിരിക്കുകയാ. അപ്പോ ആ വള്ളം തുഴയുന്ന വ്യക്തി പറഞ്ഞു, അമ്മച്ചി ആ വിറക് കെട്ട ആ വള്ളത്തിൽ വച്ചേ, എന്നിട്ട് ഫ്രീ ആയിട്ടിരുന്നേ, ഈ ആറിൻ്റെ അപ്പുറം പോയിട്ട് ഞാൻ സഹായിച്ച് തലയിലോട്ട് കയറ്റി വെച്ച് തരാം. അമ്മച്ചി പറഞ്ഞൊരു കാര്യം, മോനെ, ഞാനും ചുമന്നാലും ഈ വള്ളം ചുമന്നാലും രണ്ടും ഒന്നല്ലേ. എന്നെ വള്ളം ചുമക്കുന്നു, ഈ വിറകിനെങ്കിലും ഞാൻ ചുമക്കണ്ടേ. അപ്പോൾ അമ്മച്ചിയുടെ ആ ചിന്ത, ആ വള്ളത്തിലാണെങ്കിലും അമ്മച്ചിയുടെ തലയിലാണെങ്കിലും വെയിറ്റ് വള്ളത്തിനാണ് പിടിക്കുന്നതെന്ന് മനസ്സിലാക്കുകയാണ് അമ്മച്ചി. ഇതുപോലെയാണ് പലരും ക്രിസ്തുവിങ്കിലേക്ക് വന്നു, ദൈവസന്നിധിയിൽ വന്നു, ദൈവവുമായി അടുത്തു. പക്ഷേ ഇന്നും കൊണ്ട് നടക്കുന്ന ആ ചുമട്, ഇന്നും കൊണ്ട് നടക്കുന്ന ആ ഭാരം ദൈവത്തിലേൽപ്പിച്ചിട്ടില്ല, ദൈവകരങ്ങളിൽ സമർപ്പിച്ചിട്ടില്ല. ഇന്നും നമ്മൾ ഭാരം ചുമന്നുകൊണ്ട് നടക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ സകല ഭാരവും, നമ്മുടെ സകല പാപവും ചുമക്കുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്, സ്നേഹിക്കുന്നത്, ആരാധിക്കുന്നത്. പക്ഷേ രക്ഷിക്കപ്പെട്ട് വർഷങ്ങൾ ഇത്രയായിട്ടും നമ്മൾ പലപ്പോഴും ഭാരപ്പെടും. ചിലതൊക്കെ ഓർത്താൽ നമുക്ക് ഭാരം വരും, വേദന വരും, നമുക്ക് വല്ലാത്ത അസ്വസ്ഥതകൾ വരും. പക്ഷേ പ്രൈസ് ദി ലോർഡ്, കഴിഞ്ഞ ദിവസം എൻ്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞിട്ട്, നമ്മുടെ ദൈവം മരിച്ചിട്ടില്ല. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് മരിച്ചിട്ടില്ല. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് മരിച്ചവനായിരുന്നു എന്നാൽ എന്നേക്കും ജീവിക്കുന്നു. ആ കർത്താവ് ഇന്നും ജീവിക്കുന്ന ദൈവമെന്ന് നമ്മൾ പാടുക മാത്രമല്ല, നമ്മുടെ പ്രതിസന്ധികളിൽ നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഭക്തന്മാർ കുറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാലമാണ്, വിശ്വസ്തന്മാർ കുറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാലമാണ്. ഒരു നല്ല മരം വെട്ടുകാരൻ ഒരു വലിയൊരു എസ്റ്റേറ്റിലേക്ക് പോയി. ഒരു 500 മരം ഉണ്ടെന്ന് ഇരിക്കട്ടെ, നല്ല തേക്കൻ തടിയാ. ഈ വലിയ എസ്റ്റേറ്റിനകത്ത് അല്ലെങ്കിൽ ഈ ഫോറസ്റ്റിനകത്ത് ഈ നല്ല തടിവെട്ടുകാരൻ, തടിയെക്കുറിച്ച് നന്നായി അറിവുള്ളവൻ, തടിയിൻ്റെ കാതലും കരുത്തും അറിയാന്നുള്ളവൻ ആ ഫോറസ്റ്റിൻ്റെ അകത്ത് കയറിയിട്ട് ആ തടിവെട്ടുകാരൻ ആദ്യം മുറിക്കുന്ന തടി ഏതായിരിക്കും? നിങ്ങൾ പറഞ്ഞേ, ആദ്യം മുറിക്കുന്ന തടി ഏതായിരിക്കും? ആദ്യം കാണുന്നതാണോ? പ്രൈസ് ദി ലോർഡ്. കയറിപ്പോകുമ്പോൾ നിൽക്കുന്നു ഒരു തടി, ഇതങ്ങ് മുറിച്ച് കളയാം, മുറിച്ച് പോവാം. 1-2 ചാൻസേ ഉള്ളൂ അതിനകത്ത് കയറി തടി മുറിക്കുവാൻ. തടിയെക്കുറിച്ച് നല്ല അറിവുള്ളവനാണ്, അതിൻ്റെ കാതലും കരുത്തും ഒക്കെ നന്നായി മനസ്സിലാക്കാൻ കഴിവുള്ളവനാണ്. ഈ നല്ല മരം മുറിപ്പുകാരൻ ഈ ഫോറസ്റ്റിൻ്റെ അകത്ത് കയറി നിങ്ങൾക്കൊരു 2-3 മരം മുറിക്കാമെന്നൊരു ചാൻസ് കൊടുത്താൽ ആദ്യം കാണുന്ന മരത്തെ അല്ല അവൻ മുറിക്കുന്നത്. അവൻ ആ ഫോറസ്റ്റ് മൊത്തം കറങ്ങി നടന്നിട്ട് അതിലൊത്ത തടി ഏതെന്ന് നോക്കും, നല്ല പൊക്കത്തിൽ പോയിരിക്കുന്നത് ഏതെന്ന് നോക്കും, നല്ല വണ്ണമുള്ളത് ഏതെന്ന് നോക്കും, നല്ല കാതലുള്ളത് ഏതെന്ന് നോക്കും, വളഞ്ഞു പൊളയാതെ നെവരെ പോയിരിക്കുന്നത് ഏതെന്ന് നോക്കും. അല്ലേ? പ്രൈസല്ല. എത്ര വളവുണ്ടെങ്കിലും എത്തി വളഞ്ഞു പൊളഞ്ഞൊക്കെ നിന്നാ ആ നല്ല തടിവെട്ടുകാരൻ അത് വെട്ടത്തില്ല. ഒത്ത് നേരെ നിവർന്ന് നിൽക്കുന്ന തടിയെ ആദ്യം വെട്ടത്തുള്ളൂ. പ്രൈസല്ലോ. ലോകവും അങ്ങനെയാണ്, നേരെ പോകുന്നതിനെ എല്ലാം വെട്ടി വീഴ്ത്തും. വളഞ്ഞും പൊളഞ്ഞും നിന്നാൽ അവിടെയൊക്കെ പിടിച്ചു നിൽക്കാം. വളഞ്ഞും പൊളഞ്ഞും നിന്നാൽ താൽക്കാലികം വെട്ട് വീഴത്തില്ല. വളഞ്ഞും പൊളഞ്ഞും നിന്നാൽ ആരും പെട്ടെന്ന് വന്ന് കോടാലി വയ്ക്കത്തില്ല. ചാഞ്ഞും ചരിഞ്ഞും നിന്നാൽ ആത്മീയനെ കാണുമ്പോൾ ആത്മീയനായിട്ടോ അനാത്മീയനെ കാണുമ്പോൾ അനാത്മീയനായിട്ടോ ആമേൻ ദൈവകൃപ അനുഭവിക്കുന്നവരുടെ അടുത്ത് വരുമ്പോൾ അങ്ങനെയോ വെട്ട് വീഴത്തില്ല. തടിവെട്ടുകാരൻ ആദ്യം നോക്കുന്നത് നെവരെ, ആകാശത്തോളം ഉയർന്ന് ഒറ്റത്തടിയായി നിൽക്കുന്ന നെവരെ പോയിരിക്കുന്ന തടിയെയാണ് ആദ്യം വാളുവയ്ക്കുന്നത്, കത്തി വയ്ക്കുന്നത്, കോടാലി വയ്ക്കുന്നത് എന്ന് പറഞ്ഞ് വളഞ്ഞും പൊളഞ്ഞും നിൽക്കുന്നത് രക്ഷപ്പെട്ടെന്ന് വിചാരിക്കേണ്ട. ഒരു ദിവസം വെട്ട് വീഴും.
പ്രൈസ് ദി ലോർഡ്. ഇന്നോ പകൽക്കാലം നേരെ നിൽക്കുന്ന തടികളെ നേരത്തെ വെട്ടിയെന്ന് പറഞ്ഞ് ഭാരപ്പെടണ്ട. നിനക്ക് അർഹതയില്ലാത്ത കൊട്ടാരങ്ങളിൽ നീ പോയി ഇരിക്കുമ്പോൾ നല്ല നല്ല ഫർണിച്ചറുകളായി, കട്ടിലുകളായി, തീമേശകളായി, നല്ല വലിയവൻ്റെ വീട്ടിലെ ഡോറുകളായി, അല്ലെങ്കിൽ വലിയവൻ്റെ വീട്ടിലെ നല്ല നല്ല സ്തോത്രം ഫർണിച്ചറുകളായി മാറുമ്പോൾ ഇന്നു പകൽ ഞാൻ പറയാം, വളഞ്ഞും പുളഞ്ഞും നിൽക്കുന്നത് അവസാനം വെട്ടിയിട്ട് എവിടെ കൊണ്ട് വയ്ക്കുമെന്നറിയാമോ? ഫർണിച്ചറിനല്ല, തീന്മേശയ്ക്കല്ല, ഡോറിനെടുക്കത്തില്ല. അതിനെ കൂട്ടിയിട്ട് വല്ല ചൂളയിൽ കൊണ്ട് കത്തിക്കാനേ കൊള്ളത്തുള്ളൂ. അതുകൊണ്ട് തല പോകേണ്ടി വന്നാലും ഇന്നോ പകൽ നെവരെ നിന്നാൽ ഇവിടത്തെ നന്മകൾ മുടങ്ങിയെന്ന് വരാ, ഇവിടെ എല്ലാവരും എതിരായെന്ന് വരാ, ഇവിടെ പ്രതികൂലങ്ങൾ സംഭവിച്ചെന്ന് വരാ, ഇന്നോ പകൽക്കാലം ഇവിടെ അസ്വസ്ഥതകൾ സംഭവിച്ചെന്ന് വരാ, ഇവിടെ പ്രതിസന്ധികൾ ഉണ്ടായെന്ന് വരാ. ഇന്നോ പകൽക്കാലം ഞാൻ പറയാം ഒരു കാര്യം, സ്തോത്രം. പക്ഷേ ഇന്നോ പകൽക്കാലം നിനക്ക് അർഹതയില്ലാത്ത ഇടത്ത്, നിനക്ക് യോഗ്യതയില്ലാത്ത ഇടത്ത്, രാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ അകത്ത് അല്ല, ഉന്നതന്മാരുടെ വീട്ടിനകത്ത് ഇന്നോ പകൽക്കാലം ദൈവം നിന്നെ എത്തിക്കും കേട്ടോ. നേരത്തെ വെട്ട് വീണെന്ന് പറഞ്ഞ് നേരത്തെ പ്രതികൂലങ്ങൾ വന്നെന്ന് പറഞ്ഞ് ഇന്നു പകൽ ദൈവ പൈതൽ അസ്വസ്ഥപ്പെടരുത്. ഇന്നു പകൽ നമ്മൾ വായിച്ചത് ഇപ്രകാരമാണ്: നിന്റെ ഭാരം യഹോവയുടെ മേൽ വച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. ഇന്നു പകൽ ദൈവം പുലർത്തുന്നത് പോലെ ഒരു സന്തോഷം മറ്റൊന്നില്ല. ദൈവം പുലർത്തുന്നത് പോലെ ഒരനുഗ്രഹം മറ്റൊന്നില്ല. ഇന്നു പകല് ദൈവം നമ്മളെ പുലർത്തിയാൽ മരണം വരെയും ദൈവം നമ്മളെ പുലർത്തും. ദൈവം നമ്മളെ പുലർത്താൻ തുടങ്ങിയാൽ ഇന്നു പകൽക്കാലം അത് അവസാനത്തോളെയും നിലനിൽക്കും. ഒരിക്കൽ ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ദാസനായ എലീശയുടെ മുമ്പിൽ ഓടി വന്നു. വായിച്ചാട്ടെ, 2 രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 4-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിച്ചേ. 2 രാജാക്കന്മാർ. നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. ഒരു വലിയ പ്രശ്നത്തിൽ ഈ സഹോദരി അകപ്പെടുകയാണ്. ഒരു വലിയ പ്രതികൂലത്തിൽ ഈ സഹോദരി അകപ്പെടുകയാണ്. ഒരു വലിയ വിഷയത്തിൽ ഈ സഹോദരി അകപ്പെടുകയാണ്. എന്താണ്? കടമെന്ന വലിയ ഭാരം. എല്ലാ ഭാരവും നമുക്ക് സഹിക്കാം, എല്ലാ ഭാരവും നമുക്ക് ഇവിടെ നിയന്ത്രിക്കാം. പക്ഷെ കടമെന്ന വിപത്തിൻ്റെ വേദനയുടെ ആഴം അറിയണമെങ്കിൽ സ്തോത്രം, പ്രത്യേകിച്ച് നമ്മുടെ പ്രസന്ന ആൻറ്റിയോട് ചോദിച്ചാൽ മതി. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. കടഭാരത്തിൻ്റെ ആഴം, കടഭാരത്തിൻ്റെ വേദന, അതിൻ്റെതായ വെല്ലുവിളി, അതിൻ്റെതായതായ കണ്ണുനീരിൻ്റെ അനുഭവം ശരിക്കും മനസ്സിലാക്കിയ പലരും ഇതിനകത്തിരിപ്പുണ്ട്. ഇന്ന് പകൽക്കാലം കടം കൊണ്ട് പൊറുതിമുട്ടി വീട്ടുകാരെ വരെ പിടിച്ചു കൊണ്ടുപോകാൻ, എന്തിനേറെ തലമുറയെ പിടിച്ചു കൊണ്ടുപോകാൻ കടക്കാർ വന്നിരിക്കുകയാണ്. ജപ്തി ചെയ്യാനല്ല, വസ്തു ജപ്തി ചെയ്യുവാനോ ഓർണമെന്റ്സ് പിടിച്ചു വാങ്ങുവാനോ വേറൊന്നുമല്ല, തലമുറയെ പിടിച്ചു കൊണ്ടുപോകുവാൻ വന്നിരിക്കുകയാണ്. തലമുറയെ പിടിച്ചു കൊണ്ടുപോകുവാൻ വന്നിരിക്കുന്ന ആ പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തിയായവൾ ദൈവദാസന്റെ അടുക്കൽ പോയി. ഒരു പ്രശ്നം വരുമ്പോൾ ഇന്ന് പകൽക്കാലം പൂജാരിയുടെ അടുത്തല്ല നീ പോകേണ്ടത്. ഒരു പ്രതികൂലം വരുമ്പോൾ നീ പോകേണ്ടത് മന്ത്രവാദിയുടെ അടുത്തല്ല. ഒരു പ്രതിസന്ധി വരുമ്പോൾ നീ പോകേണ്ടത് ഡോക്ടറെ അടുത്തല്ല. ഒരു പ്രതികൂലം വരുമ്പോൾ നീ പോകേണ്ടത് കൈനോട്ടക്കാരൻ്റെ അടുത്തല്ല. ഒരു പ്രതികൂലം വരുമ്പോൾ നീ പോകേണ്ടത് പ്രശ്നക്കാരൻ്റെ അടുത്തല്ല. ഇന്നോ പകൽക്കാലം ഞാൻ പറയാ, ഒരു പ്രതികൂലം വരുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ നീ ആദ്യം പോകേണ്ടത് സ്തോത്രം ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ പോയാൽ ആ പ്രശ്നത്തിന് നമുക്ക് പരിഹാരമുണ്ടാകും.
ചിലർ എത്ര പ്രതികൂലം വന്നാലും ദൈവസന്നിധി പോകത്തില്ല, ദൈവദാസൻ്റെ അടുത്തും പോകത്തില്ല. ബാക്കി എല്ലായിടത്തും അടുത്തും പോകും. മന്ത്രവാദിയുടെ അടുത്ത് പോകും, പൂജാരിയുടെ അടുത്ത് പോകും, പ്രശ്നം നോക്കുന്നവൻ്റെ അടുത്ത് പോകും, കൈനോട്ടക്കാരൻ്റെ അടുത്ത് പോകും, പ്രൈസ്ലോ കൂട്ടുകാരുടെ അടുത്ത് പോകും, കുടുംബക്കാരുടെ അടുത്ത് പോകും. എല്ലാവരുടെ അടുത്ത് പോയാലും ദൈവത്തിൻ്റെ അടുത്ത് പോകത്തില്ല. പ്രൈസ്ലോ ദൈവദാസന്മാരോട് കാര്യം തുറന്ന് പറയത്തില്ല. കഴിഞ്ഞ ദിവസത്തെ മനോരമ പത്രങ്ങളിൽ, TV ന്യൂസിലും സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ട ഒരു കാര്യമാണല്ലോ. വെള്ളറയ്ക്കടുത്ത് പ്രജിൻ ജോസ് എന്ന് പറയുന്ന ഒരു 28കാരൻ കാണിച്ച ക്രൂരകൃത്യം. സ്വന്തം അപ്പനെ 28 വെട്ടി. അവൻ്റെ വയസ്സും 28, അവൻ അപ്പനെ വെട്ടിയതും 28. എങ്ങനെ ഒത്ത് വന്നാന്തോ. പ്രൈസലോ 28 വെട്ടി സ്വന്തം അപ്പനെ ഈ ഭൂമിയിൽ നിന്ന് കൊന്നുകളഞ്ഞിട്ട് കൊന്നിട്ട് അവൻ നേരെ വെള്ളറുടെ പോലീസ് സ്റ്റേഷനിൽ പോയി സറണ്ടറായി. കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ പോലീസ് അവനെയും കൊണ്ട് വീട്ടിൽ വന്നപ്പോൾ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അപ്പനെയും രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അമ്മയെയും കണ്ടു. രണ്ടുപേരെയും കൊന്നെന്നാണ് ആദ്യം എല്ലാവരും വിചാരിച്ചത്. കാരണം ആ അപ്പൻ്റെ മാറോട് ആ പ്രിയപ്പെട്ടവൾ കെട്ടിപ്പിടിച്ച് കിടന്ന് കരഞ്ഞപ്പോൾ ആ ബ്ലഡ് ആ പ്രിയപ്പെട്ടവരുടെ ശരീരത്തും ചോര ചീറ്റി ഒഴുകി രണ്ടുപേരും അർത്ഥപ്രാണാവസ്ഥയിൽ കിടക്കുന്നെന്ന് ആദ്യം തെറ്റിദ്ധരിച്ചു. കാര്യമെല്ലാം മനസ്സിലാക്കിയപ്പോൾ അവരെ ഒന്നും ചെയ്തിട്ടില്ല. സ്വന്തം അപ്പനെ വീഴ്ത്തിയ തലമുറ. ഹല്ലേലൂയ. കണ്ടോ, കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി വാരി കോരി കൊടുത്ത് വളർത്തി കൊണ്ടുവന്ന് ചൈനയിൽ ലക്ഷങ്ങൾ കൊടുത്ത് MBBS പാസ്സാക്കി ഗ്രാജുവേഷനും കഴിഞ്ഞ് വീട്ടിൽ വന്ന് അവൻ അടുത്ത് ജോലിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ അപ്പൻ വിചാരിച്ചില്ല ഇവൻ എൻ്റെ ഘാതകനാകുമെന്ന് അപ്പൻ വിചാരിച്ചില്ല. സ്തോത്രം, അതൊരിക്കലും ചിന്തിച്ചില്ല. അതുകൊണ്ട് നമ്മൾ ആരും നെളിഞ്ഞു പോകരുത്, അഹങ്കരിച്ചു പോകരുത്. ആരെ പറഞ്ഞതുപോലെ മാമ്പൂവും മക്കളെയും കണ്ട് സന്തോഷിക്കരുതെന്നാണ്. ഹല്ലേലൂയ. പ്രൈസിൽ എപ്പോഴാണ് എവിടെ കൂടിയാണ് ഈ സ്വഭാവങ്ങൾ മാറുന്നതെന്ന് അറിയത്തില്ല. കഴിഞ്ഞ ദിവസം ഒരു ന്യൂസുകാർ ആ പ്രിയ മാതാവിനെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അവർ പറഞ്ഞത്, അവൻ ചൈനയിൽ നിന്ന് വന്നതിന് ശേഷം 2019 മുതൽ ഞങ്ങൾ കാരാഗ്രഹവാസമാണ് നടത്തുന്നത്. അവനെ കൊണ്ട് ഞങ്ങൾ ഭയന്നാ ജീവിക്കുന്നത്. അവൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല. അവൻ ആകപ്പാടെ റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്നത് പൈസയ്ക്ക് വേണ്ടിയാണ്. സ്തോത്രം. അവൻ ഇറങ്ങി വരുമ്പോൾ ഞങ്ങൾക്ക് ഭയമാണ്. അവൻ്റെ റൂമിൽ പോയി തട്ടി വിളിക്കാൻ അനുവാദമില്ല, അവൻ്റെ ഡോറിൽ മുട്ടാൻ അനുവാദമില്ല. അത് കഴിയുമ്പോൾ അവൻ വയലൻ്റ് ആകും. അല്ലാത്ത അവസ്ഥയിലാണ്. കണ്ടോ. സ്തോത്രം. ഒരു ദൈവദാസൻ അവർ ഇത് സംഭവിച്ചത് ഒരു പെന്തക്കോസ് കുടുംബത്തിലാണ്. പ്രൈസല്ലോ. തലയാട്ടി ചിരിക്കണ്ട. നമ്മുടെയൊക്കെ മക്കൾ ഏത് വഴിതക്കട് വഴിയാണോ ഏതൊക്കെ വഴിയാണെന്ന് വല്ല ഗ്യാരണ്ടി ഉണ്ടോ? ഹല്ലേലൂയ. എല്ലാവരെയും വിധിച്ചും എല്ലാവരെയും അങ്ങ് അളന്നുമൊക്കെ സ്കെയിലും കൊണ്ട് നടക്കുകയല്ലേ. നടന്നോ. ഞാൻ ഭയപ്പെടുകയാണ്. എൻ്റെ മക്കളെ ഓർത്ത് ഞാൻ ഇന്ന് ഭയപ്പെടുക. കഴിഞ്ഞ ദിവസം എനിക്ക് ഉറക്കമില്ല. ഈ സംഭവം എന്നെ ഒരു ദൈവദാസൻ വിളിച്ചു ചോദിച്ചു. മലബാറിൽ നിന്ന് വെള്ളറയിൽ നടന്ന സംഭവം ഒരു ദൈവദാസൻ മക്കളുടെ വീട്ടിലാണ്. ഞാൻ പറഞ്ഞു ഞാൻ അറിഞ്ഞില്ല. ഞാൻ എന്നിട്ടാ മനസ്സിലാക്കിയപ്പോഴാണ് ഞെട്ടിപ്പോയി. ആ മാതാവിനോട് സ്തോത്രം അന്വേഷിച്ചപ്പോൾ 5 വർഷം കൊണ്ട് അവർ കാരാഗ്രഹത്തിൽ കിടക്കുന്നത് പോലെയാ. ലക്ഷങ്ങൾ മുടക്കി MBBSന് വേണ്ടി ചൈനയിൽ അയച്ച് പഠിപ്പിച്ച് ഗ്രാജുവേഷനും കഴിഞ്ഞ് നാട്ടിലെത്തിയപ്പോൾ അപ്പൻ വിചാരിച്ചു എൻ്റെ കഷ്ടപ്പാട് മാറി, എൻ്റെ കണ്ണുനീര് മാറി, എൻ്റെ ദുഃഖം മാറി, എൻ്റെ പ്രശ്നങ്ങൾ മാറി. ഇനി എൻ്റെ മോൻ ഒരു ഡോക്ടറാണ്, ഡോക്ടറുടെ അപ്പനായി ദേശത്ത് തല ഉയർത്തി നടക്കാമെന്ന് ചിന്തിച്ചവൻ ചെയ്തു കൂട്ടിയത് കണ്ടു. ഹല്ലേലൂയ. ആ മാതാവ് പറയുക 5 വർഷം കൊണ്ട് വീട്ടിനകം നരകമാണ്. പ്രൈസലോ. വീട്ടിൽ ആരാ ഉള്ളത്? ഡോക്ടർ. വീട്ടിൽ എന്താ ഉള്ളത്? ഡോക്ടർ പഠിച്ചവൻ. പക്ഷേ സ്വസ്ഥതയില്ല. അപ്പോൾ ആ ഒരാൾ ചോദിച്ചത്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണല്ലോ, നിങ്ങൾ ഈ വിഷയം പാസ്റ്ററോട് നിങ്ങളുടെ പള്ളിയിലെ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആ മാതാവ് പറഞ്ഞു, ഞാൻ ആരോടും പറഞ്ഞില്ല. എൻ്റെ മകൻ്റെ ഭാവി ഓർത്ത് പള്ളിയിലെ പാസ്റ്ററോട് പോലും പറഞ്ഞില്ല. ഹല്ലേലൂയ. പള്ളിയിലെ
പാസ്റ്ററോടെ ഹല്ലേലൂയ. ഇന്ന് വയൽക്കാലം. ഇന്ന് പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇന്ന് പാസ്റ്റർമാരോടും പറയാൻ പറ്റാത്തൊരു കാലമായി ഇരിക്കുക. പണ്ടൊക്കെ ആണെങ്കിൽ ഹൃദയത്തിൽ വെച്ച് പ്രാർത്ഥിക്കും. ഇന്ന് പാസ്റ്റർ തന്നെ, പാസ്റ്ററും ഭാര്യയും തന്നെ നാട് മൊത്തം അറിയിക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് പകൽ ഞാൻ പറഞ്ഞത് സ്വന്തം പാസ്റ്ററോട് പോലും പറഞ്ഞില്ല. ഞാനൊരു കാര്യം പറയാം. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടേതായ വാക്കുകൾ വ്യത്യാസം വരുമ്പോൾ ഏതെങ്കിലും പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാരെ നിങ്ങൾ അറിയിക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടേതായ ചിന്ത മാറുമ്പോൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറുമ്പോൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടേതായ സ്വഭാവം മാറിയെന്ന് ആമേ തോന്നുമ്പോൾ ഹല്ലേലൂയ, നിങ്ങൾ അത് മൈനിയോട് പറഞ്ഞില്ലെങ്കിലും, മച്ചമ്പിയോട് പറഞ്ഞില്ലെങ്കിലും, നാട്ടുകാരോട് പറഞ്ഞില്ലെങ്കിലും വിശ്വസ്തന്മാരായ ദൈവദാസന്മാരെ കണ്ടുപിടിച്ച് പറയണം, പ്രാർത്ഥിക്കാൻ പറയണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെയുള്ള ചില മാതാപിതാക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ചില മക്കളുടേതായ സംസാരത്തിൽ വ്യത്യാസം വരുമ്പോൾ എന്നോട് വിളിച്ചു പറയും, പക്ഷേ ഇങ്ങനെ ഒരു വിഷയമുണ്ടൊന്ന് പ്രാർത്ഥിച്ചോണമെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇങ്ങനെ ഒരു വിഷയമുണ്ട്, പ്രാർത്ഥിച്ചോണം. ഇന്നതുപോലെ ഉണ്ട്, ആരോടും പറയത്തില്ലെന്നറിയാം, പ്രാർത്ഥിച്ചോണം. ഞാൻ പ്രാർത്ഥിക്കുക മാത്രമല്ല, ഒരാഴ്ചയ്ക്ക് അവനെ ഞാൻ കണ്ടുപിടിച്ചിരിക്കോ, അവനെ ഞാൻ വിളിച്ചിരിക്കോ, അവനെ ഞാൻ ഇവിടെ വരുത്തിയിരിക്കോ, അവനോട് ഞാൻ സംസാരിച്ചിരിക്കോ, അവന് കൊടുക്കേണ്ട കൗൺസിൽ കൊടുത്തിരിക്കോ, അവന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരിക്കോ. ഇന്നോ പകൽക്കാലം അങ്ങനെ എത്ര ദുരന്തങ്ങൾ കൃപയാൽ നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് മാറിയെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആമേ. മാതാപിതാക്കൾ കരഞ്ഞ ചില വിഷയങ്ങൾ, മാതാപിതാക്കൾ ഭാരപ്പെട്ട ചില വിഷയങ്ങൾ, ആമേ, കുടുംബങ്ങൾ വല്ലാതെയായ ചില വിഷയങ്ങൾ, ആമേ, പ്രാർത്ഥിക്കുക മാത്രമല്ല, ആമേ, അവർക്ക് കൊടുക്കേണ്ട ആത്മീക ആമേ സന്ദേശം, അവർക്ക് കൊടുക്കേണ്ട വചനങ്ങൾ ആമേ കൈമാറി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് കൊണ്ട് ഇന്നോ പകൽക്കാലം ദൈവമക്കള് ഹല്ലേലൂയ, നമ്മുടെ തലമുറകൾ, ഇന്നോ പകൽക്കാലം നമ്മുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ തലമുറകളുടെ ഒരു കാര്യം കൂടി ഞാൻ മാതാപിതാക്കളോട് പറഞ്ഞ ഭാഗം വിടുക. നമ്മുടെ വീട്ടിൻ്റെ അകത്ത് തലമുറകളെ നമ്മൾ സ്നേഹിക്കണം. 2, അവരുടെ സ്വഭാവത്തിലുള്ള ഇത് നിങ്ങൾ നിസ്സാരമായി കാണരുത്. ഇന്ന് വല്ലാത്തൊരു കാലമാണ്. അത് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടവരുമായി ഷെയർ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങളും പ്രാർത്ഥിക്കണം. അത് മൂടി വയ്ക്കരുത്. അത് പിന്നത്തേതിൽ വളരെ വലിയ ദുരന്തമായി മാറാതിരിക്കാനാണ് പറയും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുന്നെങ്കിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കാൻ ആമേ അസ്വസ്ഥത കാണിക്കുന്നെങ്കിൽ, നിങ്ങളുടെ തലമുറകൾ അനാവശ്യമായി നിങ്ങളോട് ദേഷ്യപ്പെടുന്നെങ്കിൽ, നിങ്ങളുടെ തലമുറകൾ ആമേ ഹല്ലേലൂയ എപ്പോഴും മൊബൈലിലാണെങ്കിൽ, നിങ്ങളുടെ തലമുറകൾ ആമേ ഒരു പണിക്കും പോകാതെ വല്ലാത്ത അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുന്നെങ്കിൽ, നിങ്ങളുടെ തലമുറകളുടേതായ ആമേ സ്വഭാവങ്ങൾക്ക് ചേഞ്ച് ഉണ്ടാകുന്നെങ്കിൽ, നിങ്ങൾ അത് മൂടി വച്ച് അവരുടെ ഭാവിയെ തകർക്കരുത്. നിങ്ങൾ മൂടി വച്ച് അവരുടെ ജീവിതത്തെ നശിപ്പിക്കരുത്. പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും അഭിഷക്തന്മാരോട് ഈ കാര്യം പറയണോ? ആമേ, പ്രാർത്ഥിക്കണോ? ആമേ, സ്തോത്രം. എന്നാൽ ഒരു പരിധി വരെ അതിൽ നിന്ന് ഒരു വിടുതൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. നമ്മുടെ കുഞ്ഞുങ്ങളൊന്നും അങ്ങനെ ആരും റൂം അടച്ച് വീട്ടിൻ്റെ അകത്ത് ഇരിക്കത്തില്ലെന്ന് തോന്നുന്നു. ആരെങ്കിലും ഉണ്ടെങ്കിൽ അകത്തെ കുറ്റിയൊക്കെ അങ്ങ് പറിച്ച് കളയണം നിങ്ങൾ പോയിട്ട്. ഹല്ലേലൂയ, അത്രയേ ഉള്ളൂ. അകത്തെ കുറ്റികൾ പറിച്ചങ്ങ് കളഞ്ഞാൽ മതി. പിന്നെ അവർ പുതിയ പൂട്ടിടണമെങ്കിൽ തുടരുത്. കണ്ടീഷൻ വേറെ ആയിക്കഴിഞ്ഞു. അവർ പൂട്ടിട്ടാൽ പിന്നെ തുടരുത്. പിന്നെ നമ്മുടെ പ്രാണനും കൂടെ പോകുന്നതിൻ്റെ അവസ്ഥയായി എന്നാണ് അതിൻ്റെ തെളിവ്. ആമേൻ. അപ്പോൾ 1, ഇവൾ ദൈവദാസനോട് കാര്യം എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൽ വിശ്വാസമുള്ളവർക്ക് ദൈവദാസനോടും ദൈവത്തോടും കാര്യം പറയാൻ പറ്റത്തുള്ളൂ. 1, ഇവക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടായിരുന്നു. ദൈവത്തിൽ നമുക്ക് വിശ്വാസമുണ്ടാകണം. ദൈവത്തിൽ നമുക്ക് ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, നല്ല വിശ്വാസം ഉണ്ടെങ്കിലേ ദൈവദാസന്റെ അടുത്ത് പോകാൻ പറ്റത്തുള്ളൂ. ഇവക്ക് ദൈവത്തിൽ ഒന്നാമത് വിശ്വാസമുണ്ടായിരുന്നു. 2, ഇവൾ പൂജാരിയുടെ അടുത്തല്ല പോയത്, മന്ത്രവാദിയുടെ അടുത്തല്ല പോയത്, ആഭിചാരക്കാരൻ്റെ അടുത്തല്ല പോയത്. ഇവക്കൊരു പ്രശ്നം വന്നപ്പോൾ നേരെ അവൾ ദേവാലയത്തിലേക്ക് ഓടി. ഇന്നോ പകൽക്കാലം പ്രശ്നം വരുമ്പോൾ ഫേസ്ബുക്ക് എടുത്ത് ഫ്രണ്ട്സുകളെ തപ്പാൻ നിൽക്കല്ല്. കൂട്ടുകാരെ അന്വേഷിച്ചു പോകരുത്. നമ്മുടെ വീട്ടുകാരന്വേഷിച്ചു പോല്. ഏതൊരു പ്രശ്നം വന്നാലും ദൈവത്തോട് പറ. പ്രൈസ് ദി ലോർഡ്,
ദൈവസന്നിധിയിലേക്ക് പോ. രണ്ടാമതിവൾ കൃപാവരമുള്ള ഏലിശയുടെ അടുക്കൽ കടന്നുപോയി. നുപകൽ ആമേൻ, ഹല്ലേലൂയ. എല്ലാവരും നല്ലവരായിട്ട് നമുക്ക് തോന്നത്തില്ല, പക്ഷേ കാണും എവിടെയെങ്കിലുമൊക്കെ. അത് വചനമായി താരതമ്യം ചെയ്ത് അങ്ങനെയുള്ള ഭക്തന്മാരെ കണ്ടുപിടിച്ച് ആമേൻ, ചിലപ്പോൾ ഒത്തിരി വിദൂരതയിലായിരിക്കാം, ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും ആയിരിക്കാം. അവരോടൊന്ന് നിങ്ങളുടെ ഭാരമേറിയ വിഷയമൊന്ന് പറഞ്ഞാൽ നിശ്ചയമായിട്ടും വിടുതൽ തരും. ഒന്ന്, ദൈവത്തിൽ വിശ്വാസമുള്ളവളായിരുന്നു. രണ്ട്, കൃപാവരമുള്ള ദൈവദാസനെ അന്വേഷിച്ചവൾ പോയി. മൂന്നാമത് നമ്മൾ വായിക്കുമ്പോൾ ആമേ ഉള്ള അവസ്ഥ അവൾ തുറന്നു പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൽ വിശ്വാസം മാത്രം പോരാ, കൃപാവരമുള്ള എലിശയുടെ അടുക്കൽ മാത്രം പോയാൽ പോരാ. പോയി ചിലർ വന്ന് ഇങ്ങനെ ഇരിക്കും, വായും തുറക്കത്തില്ല, കൈയും അടിക്കത്തില്ല. ആരാധിക്കുമ്പോൾ ആമേ സ്തോത്രം ഹല്ലേലൂയ എല്ലാവരും പറന്ന് ആരാധിക്കുമ്പോൾ എഴുന്നേറ്റ് വീട്ടിൽ പോകും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കൈയടിക്കത്തില്ല, സ്തോത്രം പറയത്തില്ല, ആരാധിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. പള്ളി വന്നാൽ മാത്രം പോരാ, ദൈവസന്നിധി വന്നാൽ മാത്രം പോരാ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വായ് തുറക്കണം. ഹല്ലേലൂയ. ഒരു സ്തോത്രം പറയണം. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ ഒന്ന് സ്തുതിക്കണോ. അവൻ ദൈവം ചെയ്ത നന്മകൾക്ക്, ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക്, ദൈവം ചെയ്ത വിടുതലുകൾക്ക് നമ്മുടെ അധരം തുറന്ന് കർത്താവിന് സ്തോത്രം പറയണോ. ദൈവസന്നിധി വന്ന് കുറേ നേരം കുത്തി ഇരുന്നിട്ട് എഴുന്നേറ്റ് പോയത് കൊണ്ടൊരു വിടുതൽ സംഭവിക്കത്തില്ല. നിന്റെ വായ് വിസ്താരത്തെ തുറക്കാനാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. നിന്റെ വായ് വിസ്താര തുറന്നാൽ ആമേ ഞാൻ അതിനെ നിറയ്ക്കാം. ദൈവസന്നിധി വന്ന് അതരം തുറന്ന് കർത്താവിനൊരു സ്തോത്രം പറയുമ്പോ, കർത്താവിനെ ഒന്ന് സ്തുതിക്കുമ്പോ, കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തുമ്പോ, ഹല്ലേലൂയ. ഉപവാസ പ്രാർത്ഥന അതരങ്ങളെ തുറന്നവരെല്ലാം നിറച്ചില്ലേ ദൈവം? അതരങ്ങളെ തുറന്നവരെ നിറച്ചില്ലേ? നമ്മൾ കഴിഞ്ഞതിൻ്റെ അങ്ങാഴ്ച സാക്ഷി കേട്ടില്ലേ? ഇവിടെ ദൈവം ചെയ്ത അത്ഭുതങ്ങളെ ഓർത്ത്, ദൈവം ചെയ്ത വിടുതലുകൾ, അതരങ്ങളെ ചലിപ്പിച്ചപ്പോൾ ദൈവം ചെയ്ത അത്ഭുതങ്ങളെ നിങ്ങൾ കഴിഞ്ഞ ആഴ്ചകളിൽ കേട്ടില്ലേ? ഇവിടെ പറഞ്ഞ സാക്ഷികൾ കേട്ടില്ലേ? ഇന്ന് പകൽ തുറന്നവനെ നിറയ്ക്കുന്നൊരു ദൈവമാ ഈ പകൽക്കാലം നമ്മുടെ ദൈവം. ഇവിടെ ഇതാ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ. സ്വർഗത്തിലെ കർത്താവിൻ്റെ സന്നിധിയിൽ ഇവൾ കടന്നു വന്ന് ഉള്ള അവസ്ഥ തുറന്നു പറഞ്ഞു. എന്താ അവൾ തുറന്നു പറഞ്ഞത്? പ്രൈസ് ദി ലോർഡ്. അവളോട് പറഞ്ഞത്, അവൾ എന്താ ദൈവസന്നിധി പറഞ്ഞത്? നിന്റെ ദാസനായ ആ ആ ആ ആ ഹല്ലേലൂയ, നിന്റെ ദാസൻ. വേദശാസ്ത്രിമാർ പറയുന്നത് ഇവൾ ഓബദ്യാവിൻ്റെ ഭാര്യ എന്നാണ് വേദശാസ്ത്രിമാർ പറയുന്നത്. ഇസബേലിൻ്റെ കാലത്തൊരു വലിയ പീഡനമുണ്ടായി. ദൈവദാസന്മാരെല്ലാം കൊന്നു തള്ളുക. അന്നും ഇന്നും ഒക്കെ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരെ കൊന്നു തള്ളുക, അതാണ് ലക്ഷ്യം പിശാചിൻ്റെ. അങ്ങനെ കൊന്നപ്പോൾ ഒരു 100 പേരെ 50 വീതം ഗുഹകളിൽ കൊണ്ട് പാർപ്പിച്ച് അവർക്ക് ഭക്ഷണം കൊടുത്ത് പോറ്റി പുലർത്തിയ ഒരു ദൈവദാസനായിരുന്നു ഓബദ്യാവ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണെന്നാണ് വേദശാസ്ത്രിമാർ പറയുന്നത്. ഹല്ലേലൂയ. അത് നിമിത്തം ഈ 100 ദൈവദാസന്മാരെ പോറ്റി പുലർത്തിയപ്പോൾ വീട്ടിലിരുന്ന സാമ്പത്തികം, വീട്ടിലിരുന്ന ആ സകലതും ചെലവഴിച്ചല്ലെങ്കിൽ കടം വെച്ച് എന്തെങ്കിലുമൊക്കെ വിറ്റുപറക്കിയ ഈ ദൈവദാസന്മാരെ പോറ്റി പുലർത്തിയത്. ഹല്ലേലൂയ. അങ്ങനെ ഈ ദൈവദാസൻ കടക്കണിയിലായി. ഭക്തന്മാർക്കേ കഴിയത്തുള്ളൂ, പ്രാർത്ഥിക്കുന്നവർക്കേ കഴിയത്തുള്ളൂ, വിശ്വസ്തന്മാർക്കേ കഴിയത്തുള്ളൂ, ദൈവകൃപയുള്ളവർക്കേ കഴിയത്തുള്ളൂ. മറ്റൊരു വ്യക്തിയുടെ വേദന, മറ്റൊരു കുടുംബത്തിൻ്റെ കഷ്ടത, മറ്റൊരു വ്യക്തിയുടെ ഭാരം ഇന്നോ പകൽക്കാലം എല്ലാവർക്കും കാണാൻ പറ്റത്തില്ല. അത് പ്രാർത്ഥിക്കുന്നവർക്കേ കാണാൻ പറ്റത്തുള്ളൂ, അത് കരയുന്നവർക്കേ കാണാൻ പറ്റത്തുള്ളൂ, അത് ദൈവത്തോട് നിൽക്കുന്നവർക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഇന്ന് പകൽ ഞാൻ പറയാ, ഒരു കാര്യം വ്യക്തമായി പറയാം. ഹല്ലേലൂയ. ഇവിടെ ഓബദ്യാവ് 100 പേരെ ആ പ്രതികൂലത്തിൽ രക്ഷിച്ചെടുത്തു. പക്ഷേ ഇത് ഏലിയാവ് അറിഞ്ഞില്ല. ഏലിയാവ് പറയാൻ, ഞാൻ ഒരുത്തൻ മാത്രം. നെഞ്ചെ തട്ടി പറയാം, ഞാൻ ഒരുത്തൻ
മാത്രം. കർത്താവ് ആദ്യം മിണ്ടിയില്ല, വീണ്ടും പറയാം, ഞാൻ ഒരുത്തൻ മാത്രം. ഞാൻ മാത്രം വിശുദ്ധൻ, ഞാൻ മാത്രം വിശ്വസ്തൻ, ഞാൻ മാത്രം നല്ലവൻ. അങ്ങനെ പറയുന്നെങ്കിൽ ഇന്നു പകൽക്കാലം ഒരു കാര്യം പറയാം, ആമേൻ, നീ അറിയാത്ത ഒരു കൂട്ടം പേരെ സ്വർഗം ഒളിപ്പിച്ചിട്ടുണ്ട്. ഇന്നു പകൽക്കാലം നീ നോക്കുമ്പോൾ നീ മാത്രമാണ് നിൽക്കുന്നത്, വിശ്വസ്തനായി കാണുന്നത്. നിൻ്റെ കണ്ണുകൊണ്ട് വിശ്വസ്തൻ നീ മാത്രമാണ്. പക്ഷെ തമ്പുരാൻ്റെ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകൊണ്ട് നോക്കുമ്പോൾ നിൻ്റെ കണ്ണിന് മറഞ്ഞ 7,000 പേര് വേറെ ഉണ്ട് കേട്ടോ. നിൻ്റെ കണ്ണിന് കാണാൻ പറ്റും. നീ നോക്കുമ്പോൾ എല്ലാവരും കള്ളന്മാരാ, നീ നോക്കുമ്പോൾ എല്ലാവരും പാപികളാ, നീ നോക്കുമ്പോൾ ആരും വിശ്വസ്തന്മാരല്ല. പക്ഷെ ഇന്നു പകൽ തമ്പുരാൻ്റെ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണ് വെച്ച് നോക്കുമ്പോൾ 7,000 പേര് വേറെ ഉണ്ട്. നെഞ്ചും നെറ്റിയും കൊടുത്ത് നിൽക്കുന്ന, ബാലിന് മുട്ടുമടക്കാത്ത, ഇസബേലിന്റെ ഭീതി ഭീഷണിക്ക് തല കുനിക്കാത്ത 7,000 പേര് ഇന്ന് പകൽക്കാലം നിന്റെ കണ്ണിന് മറഞ്ഞ് മാറി നിൽക്കുന്നുണ്ട്. ഇന്നോ പകൽ പരസ്യ ശിഷ്യന്മാർ അവിശ്വസ്തന്മാരാകുമ്പോ ചില രഹസ്യ ശിഷ്യന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കോ. പരസ്യ ശിഷ്യന്മാർ അപ്പം തിന്നവര്, അത്ഭുതം കണ്ടവര്, കൂടെ നിൽക്കാമെന്ന് പറഞ്ഞവരൊക്കെ ഇന്നോ പകൽക്കാലം ഓടി ഒളിക്കുമ്പോ ഇന്നോ പകൽ ഒരു നിക്കോദീമോസിനെ, ഒരു അരിമത്യായിലെ യോസേപ്പിനെ എന്റെ ദൈവം എഴുന്നേൽപ്പിക്കും കേട്ടോ. ഇന്നോ പകൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ഹല്ലേലൂയ. നിന്റെ കഷ്ടതയില്, നിന്റെ കണ്ണുനീരില്, നിന്റെ പ്രതികൂലത്തില് നീ സഹായിച്ചവരെല്ലാം നിന്റെ മുമ്പ് കൈമലർത്തുമ്പോൾ സ്തോത്ര, നിന്നെ സഹായിക്കേണ്ടവര് ഹല്ലേലൂയ മാറുമ്പോൾ നീ അറിയാത്ത ഒരു നന്മ നിനക്ക് വേണ്ടി സ്വർഗം ഒരുക്കി തരും. ഹല്ലേലൂയ. എത്ര പേര് ആ ദൂത് ഇന്നോ പകൽ ഏറ്റെടുക്കുന്നു? ഹല്ലേലൂയ. അപ്പം തിന്നവര്, അത്ഭുതം കണ്ടവര് ഇന്നോ പകൽക്കാലം നിന്റെ കഷ്ടകാലത്ത്, നിന്റെ പ്രതികൂല കാലത്ത്, നിന്റെ പ്രശ്നങ്ങളുടെ കാലത്ത് സ്തോത്ര, 1 രൂപ സ്തോത്ര, ഹല്ലേലൂയ, എൻ്റെ തലമുറയ്ക്ക് ഒരു കാര്യം എൻ്റെ തലമുറയ്ക്ക് ഉപകാരമായി തീരാതെ വരുമ്പോ ഇന്നോ പകൽക്കാലം നീ കാണാത്ത, നീ ഒരിക്കലും ചിന്തിക്കാത്ത, നീ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഇടത്ത് നിന്ന് ഇന്നോ പകൽക്കാലം ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയാ ഇവളുടെ വീട്ടിൽ പ്രതികൂലം ഉണ്ടായതെന്ന വേദശാസ്ത്രിമാരുടെ അഭിപ്രായം. അങ്ങനെ ഇവൾ കടക്കണിയിലായി, കടം കൊണ്ട് പൊറുതിമുട്ടി, ആരും സഹായിക്കാനില്ല. പക്ഷെ ഇവൾ നേരെ ഓടിയത് ദൈവത്തിൻ്റെ സന്നിധിയിലാണ്, ദൈവപാദപീഠത്തിലാണ്. അവിടെ പോയി അവളുള്ള കാര്യം പറഞ്ഞു. ഇന്ന് പകൽ ദൈവസന്നിധി വന്ന് ആരോടും പറഞ്ഞില്ലെങ്കിൽ ഇവിടെ വന്നിരുന്ന് നിങ്ങൾ ഹൃദയം തുറന്ന് ദൈവത്തോട് പറ. ആരോടും ദൈവം പറയത്തില്ല. ദൈവത്തോട് പോലും പറയില്ല. ചിലർ അങ്ങനെയാണ്, വീട്ടിലുള്ളവരോടും പറയില്ല, അമ്മയോടും പറയില്ല, അപ്പനോടും പറയില്ല, മക്കളോടും പറയില്ല, ഭാര്യയോടും പറയില്ല, ഭർത്താവിനോടും പറയത്തില്ല, ആരോടും പറയില്ല, പാസ്റ്ററോടും പറയില്ല, ദൈവത്തോടും പറയില്ല. എൻ്റെ വിഷയം ആരും അറിയണ്ട, ആരോടും പറയത്തില്ല. ഇന്ന് പകൽ ആരോടും പറഞ്ഞില്ലെങ്കിലും ദൈവസന്നിധി പറയണം കേട്ടോ. ഈ സഹോദരി ആരോടും പറഞ്ഞില്ല, പക്ഷെ പറയേണ്ടവനോട് പറഞ്ഞു. ഇന്നു പകൽ പറയേണ്ടവനോട് പറഞ്ഞു കേട്ടോ. പറയേണ്ടവനോട് പറഞ്ഞപ്പോൾ അവിടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടായി. എന്താ സംഭവിച്ചതെന്നറിയാമോ? അവൾ യഹോവയുടെ ദാസനായ എലീശയുടെ അടുക്കൽ വന്ന് ഉള്ള അവസ്ഥ തുറന്നു പറഞ്ഞു. നമ്മളെ സ്റ്റാറ്റസ് ചിലപ്പം പോകും, നമ്മുടെ സ്റ്റാൻഡേർഡ് ചിലപ്പോൾ അല്പം കുറയും. ചില സമയം നമ്മൾ തുറന്നങ്ങ് പറയണം, നമ്മളൊന്ന് ഫ്രീ ആവും. ചിലർ കരഞ്ഞ് 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 ചിലരുടെ മുമ്പ് ചിരിച്ചുകൊണ്ടിരിക്കും. ഇതുപോലൊരു സന്തോഷമുള്ള വ്യക്തി ആരും ഇല്ലെന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നടക്കും. പക്ഷേ രാത്രി എല്ലാവരും ഉറങ്ങുമ്പോൾ ചില വിങ്ങലുകൾ കേൾക്കാൻ പറ്റും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം
എല്ലാവരുടെ മുമ്പ് ചിരിക്കുന്നത് നല്ലതാ, എല്ലാവരുടെ മുമ്പ് സന്തോഷിക്കുന്നത് നല്ലതാ. ഒരു കുറവുമില്ലാതെ ഇല്ലാത്തതൊക്കെ നമ്മൾ പൊലിപ്പിച്ചൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുന്നത് നല്ലതാ. ആമേൻ, സ്തോത്രം. ഇനിയിപ്പോൾ അവരെന്ത് വിചാരിക്കുമോ, അവരറിഞ്ഞ എന്ത് ചിന്തിക്കും എന്നൊക്കെ ചിന്തിച്ച് നമ്മൾ ചിലപ്പോൾ പൊലിപ്പിച്ചൊക്കെ പറഞ്ഞ് നിൽക്കുന്നത് നല്ലതാ. പക്ഷെ ചില സമയത്ത് നീ ദൈവസന്നിധിയിലെങ്കിലും ഒന്ന് തുറന്ന് പറഞ്ഞ് കരയണോ, അല്ലെങ്കിൽ അറ്റാക്ക് വരും കേട്ടോ. ഇന്നോ പകൽക്കാലം വിങ്ങിപ്പൊട്ടി കൊണ്ട് നടക്കുന്നത് മതി. നെഞ്ചു പൊട്ടിച്ചാകാതെ ഇന്നോ പകൽ ദൈവസന്നിധി ഒന്ന് തുറന്നു പറ. ദൈവദാസനെ വിശ്വാസമില്ലെങ്കിൽ, കൂടെയുള്ളവരെ വിശ്വാസമില്ലെങ്കിൽ, അപ്പനെ വിശ്വാസമില്ലെങ്കിൽ, അമ്മയെ വിശ്വാസമില്ലെങ്കിൽ, ഇന്നോ പകൽ ദൈവത്തോട് പറ. എൻ്റെ ഈ വിഷയം അറിഞ്ഞ എല്ലാവരും എന്നെ കളിയാക്കും, എൻ്റെ ഈ വിഷയം അറിഞ്ഞ എല്ലാവരും എന്നെ പരിഹസിക്കും, എൻ്റെ ഈ വിഷയം അറിഞ്ഞ എല്ലാവരും എന്നെ എഴുതി തള്ളോ, എൻ്റെ ഈ വിഷയം അറിഞ്ഞ എല്ലാവരും എന്നെ അപമാനിക്കൂ എന്ന് പറഞ്ഞ് ആരോടും പറയാതെ ചിരിച്ച് 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 നടക്കുന്ന ദൈവ പൈതല്, ഇന്നോ പകൽക്കാലോ സ്തോത്ര, നിനക്ക് പറയാനൊരിടമുണ്ട് കേട്ടോ. അത് ദൈവത്തിൻ്റെ സന്നിധിയാണ്. ഇന്നോ പകൽ ഇതിനകത്തിരുന്ന് ഒരു നിമിഷം ദൈവത്തോട് പറ. ഞാൻ പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കൂ എന്നെനിക്കറിയത്തില്ല, പക്ഷേ അപ്പാ എനിക്ക് അങ്ങേ ഉള്ളു വിശ്വസിക്കാൻ കൊള്ളാകുന്ന ഒരിടം ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ. ആ പ്രിയപ്പെട്ടവൾ തുറന്നു പറഞ്ഞു. വിശ്വസ്തനായ ദൈവദാസനായത് കൊണ്ട് ആ ദൈവദാസൻ ഉടൻ എന്തോ ചെയ്തെന്നറിയാമോ? പ്രൈസിലോ അതിനൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുത്തു. ഇന്നു പകൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൻ്റെ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ട്. ഒരു സൊല്യൂഷനുള്ള ഒരിടമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സന്നിധിയാണ്. ഇന്ന് പകൽക്കാലം പ്രൈസല അനാത്മീയൻ്റെ അടുത്തും പാർട്ടിക്കാരുടെ അടുത്തും അല്ല സൊല്യൂഷൻ ഉള്ളത്, പോലീസ് സ്റ്റേഷനിലല്ല സൊല്യൂഷൻ ഉള്ളത്, പാർട്ടിക്കാരുടെ അടുത്തല്ല സൊല്യൂഷൻ ഉള്ളത്, അനാത്മീയൻ്റെ അടുത്തല്ല സൊല്യൂഷൻ ഉള്ളത്. ഇന്ന് പകൽ സൊല്യൂഷൻ ദൈവത്തിൻ്റെ സന്നിധിയിലുണ്ട്. ദൈവസന്നിധിയിൽ നിൻ്റെ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ട്. ദൈവസന്നിധിയിൽ നിൻ്റെ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ട്. ഇന്ന് പകൽ ദൈവസന്നിധിയിൽ ഒരു വിഷയം വരുമ്പോൾ ദൈവത്തോട് കരയാൻ എത്ര പേരുണ്ട്? 4 ഇവക്ക് പറയാൻ കൊള്ളാകുന്ന വിഷയമാണ് പറഞ്ഞത്. പ്രൈസലോ ഹല്ലേലൂയ. പാസ്റ്റർമാരാണെങ്കിലും ചിലരൊക്കെ ഫോൺ ചെയ്ത് വേണ്ടാത്തൊക്കെ പറഞ്ഞു കളയും. പ്രൈസലോ ആരോട് എങ്ങനെ സംസാരിക്കണമെന്ന് ചിലർക്ക് അറിഞ്ഞുകൂടാ. പ്രൈസലോ കൂട്ടുകാരോട് സംസാരിക്കുന്നത് പോലെ ചിലപ്പോൾ പാസ്റ്ററോട് സംസാരിക്കും. നമുക്കൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ശുശ്രൂഷയിലായതുകൊണ്ട്. പ്രൈസലോ. അപ്പോൾ ഈ സഹോദരി ഈ ദൈവദാസനോട് പറയാൻ കൊള്ളാകുന്ന കാര്യമാണ് പറഞ്ഞത്. എന്തോ പറഞ്ഞേ? പ്രൈസലോ ഒരു ഭരണി എണ്ണ. ഇന്ന് പകലെല്ലാം നഷ്ടപ്പെട്ടാലും, എല്ലാവരും വിട്ടുപോയാലും, എല്ലാം നിനക്ക് തീർന്നു പോയാലും, നിൻ്റെ മേൽ ദൈവം പകർന്ന എണ്ണ, ദൈവം നിൻ്റെ മേൽ പകർന്ന അഭിഷേകം, പ്രൈസലോ ദൈവം നമ്മുടെ മേൽ പകർന്ന എണ്ണ കളയരുത്. ഹല്ലേലൂയ. കഷ്ടപ്പെട്ട് ഉപവസിച്ച് ദൈവസന്നിധിയിലിരുന്ന് നമ്മൾ പ്രാപിച്ചെടുത്ത എണ്ണയെ ഒരിക്കലോ ദൈവസന്നിധി രാത്രികളെ പകലാക്കി ചോര നീരാക്കി കഷ്ടപ്പെട്ട് ദൈവസന്നിധി കൈകളെ പോട്ടി നേടിയെടുത്ത കൃപ നമ്മൾ കളയരുത്. എല്ലാം നഷ്ടപ്പെടാ, സാമ്പത്തികം നഷ്ടപ്പെടാ, ശരീരം നഷ്ടപ്പെടാ, ആരോഗ്യം നഷ്ടപ്പെടാ, എല്ലാം നഷ്ടപ്പെടാം. പക്ഷെ നിന്റെ മേൽ പകർന്ന കൃപ നഷ്ടമാകരുത്. ഇന്ന് പകൽ ആ കൃപ നിന്നെ മേലുള്ളിടത്തോളം കാലം ഒരിടത്തും നിന്റെ തല കുനിയപ്പെടത്തില്ല. ആ കൃപ നിന്റെ മേലുള്ളിടത്തോളം കാലം ഒരിടത്തും നീ പരാജയപ്പെടത്തില്ല. ആ കൃപ നിന്റെ മേലുള്ളിടത്തോളം കാലം ഒരിടത്തും നീ തോറ്റുപോകത്തില്ല. എന്തെങ്കിലും ഒന്ന് വേണം ദൈവത്തിന് പ്രവർത്തിക്കാൻ, അല്ലേ? വർഷം 10 15 25 നട്ടപ്പോഴും ഒരു കൊട്ട, പറിച്ചപ്പോഴും ഒരു കൊട്ട. അപ്പോൾ നട്ടപ്പോഴും ഒരു കൊട്ട, പറിച്ചപ്പോഴും ഒരു കൊട്ട പോലെ ഇരിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. ഒരു ദിവസം ദൈവം ചോദിക്കും, നിൻ്റെ കയ്യിൽ എന്തുണ്ട്? ഞാൻ നിനക്ക് എന്ത് ചെയ്ത് തരണം? നിൻ്റെ പക്കൽ എന്തുണ്ട്?
നിന്റെ പക്കൽ എന്തുണ്ടെന്ന് ദൈവം നമ്മളോട് ചോദിക്കുമ്പോൾ ആമേൻ, നമ്മുടെ പക്കൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാലൻസ് ചിലപ്പോൾ കാണത്തില്ല, കുഴപ്പമില്ല. ആമേൻ, വസ്തുവകകൾ കാണത്തില്ല, കുഴപ്പമില്ല. കൂടെ പ്രൈസുള്ള പലതും ചിലപ്പോൾ കാണത്തില്ല, കുഴപ്പമില്ല. പക്ഷേ എൻ്റെ മേൽ അങ്ങ് പകർന്ന അഭിഷേക അല്പം പോലും കുറയാതെ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. ആ രക്ഷിക്കപ്പെട്ട നാളിൽ, ആ സ്നാനപ്പെട്ട നാളിൽ, ആ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച നാളിൽ എൻ്റെ മേൽ ദൈവം പകർന്നു തന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അല്പവും കുറഞ്ഞിട്ടില്ല, അല്പവും കുറഞ്ഞിട്ടില്ല ദൈവദാസനെ. അതൊന്ന് കൂടിയതല്ലാതെ, അതൊന്ന് വർദ്ധിച്ചതല്ലാതെ ആമേ എൻ്റെ മേലുണ്ടെന്ന്. ഇന്ന് പകൽക്കാലം ഒന്ന് കൂട്ടാൻ കഴിഞ്ഞില്ലെങ്കിലും തന്നത് അതുപോലെ ഉണ്ടോ? 2 അന്യഭാഷയെങ്കിൽ 2 അന്യഭാഷയെങ്കിലും ഉണ്ടോ? ചിലർ വർദ്ധിച്ചുകൊണ്ടിരിക്കും. 2-നെ 4 ആക്കും, 4-നെ 6 ആക്കും, 6-നെ 10 ആക്കും, ഇങ്ങനെ പോവും. ഒന്നെങ്കിലും ഉണ്ടോ? പ്രൈസ് ലോ. കർത്താവ് ചോദിക്കുമ്പോൾ ഒന്നെങ്കിലും തിരിച്ചേൽപ്പിക്കാൻ കയ്യിൽ നീ തന്നത് ഇതുപോലെ ഉണ്ട്. വ്യാപാരം ചെയ്യാൻ സമയം കിട്ടിയില്ല, പ്രൈസ് ലോ, പക്ഷേ തന്നതുണ്ടെന്ന് പകൽക്കാലം ഏൽപ്പിക്കാൻ പറ്റുമോ? ആ ഒരു ഭരണി എൻ്റെ കയ്യിലുണ്ട്, ആ പ്രാപിച്ച കൃപ എൻ്റെ മേലുണ്ട്, ആ അന്യഭാഷ എൻ്റെ മേലുണ്ട്, ആ പ്രവചനം എൻ്റെ മേലുണ്ട്, ആ ദൂത് എൻ്റെ മേലുണ്ട്, ആ വെളിപ്പാട് എൻ്റെ മേലുണ്ട്, ആ കൃപാവരം എൻ്റെ മേലുണ്ട്, ആ അഭിഷേകം എൻ്റെ മേലുണ്ട്. ഇന്നോ പകൽ ചിലടമേ ആ സ്വർഗീയ ദൂത്, ഇന്നോ പകൽ ദൈവാത്മാവ് പകര. ആ കഴിഞ്ഞ കാലങ്ങളിൽ ആമേ, ആ കഴിഞ്ഞ വർഷങ്ങളിൽ ആമേ പ്രാപിച്ച ദൈവകൃപ ഇന്ന് പകൽ ഉണ്ട്. കാര്യം തീർക്കുന്നൊരു നാളുണ്ട്, കണക്ക് ചോദിക്കുന്നൊരു ദിവസമുണ്ട്. ഞാൻ നിന്റെ കാര്യം തീർക്കുന്നൊരു നാളുണ്ട്. ഇന്ന് പകൽക്കാലം കണക്ക് ചോദിക്കുമ്പോ, ആമേ കാര്യം ചോദിക്കുമ്പോ, ഇന്ന് പകൽ ആ കരം ബലപ്പെട്ടിരിക്കുമ്പോ, ആമേ ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അവൾ ദൈവസന്നിധി പറയുക, എന്തോ പറയുക, ഒരു ഭരണി എണ്ണയുണ്ട് എന്നുവൽ കർത്താവിൻ്റെ ദാസനൊന്നും വേണ്ട. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാരണം പുള്ളി പാർക്കുന്നിടം ഇടുക്കമുള്ള ഇടമാണ്, ഇടുക്കമുള്ള സ്ഥലമാണ്. അവർ പാർക്കുന്ന ഇടുക്കമായതുകൊണ്ട് എൻ്റെ ശിഷ്യന്മാർ പറഞ്ഞു, യോർദാനോളം പോയി ഒരു മരം മുറിച്ച്, ഓരോ മരം മുറിച്ച് കൊണ്ടുവന്ന് ഇടുക്കത്തിലാണെങ്കിലും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഞെരുക്കത്തിലാണെങ്കിലും, ആമേൻ, സ്തോത്രം, അടുത്തു വന്ന ആ ഞെരുങ്ങിയ അവസ്ഥ ചിലരെ ഇടുക്കത്തിലൂടെ കടത്തിവിടുന്ന എന്തെന്നറിയാമോ? നിൻ്റെ അടുക്കൽ ഇടുങ്ങി വരുന്നവരുടെ മനസ്സറിയാനാ. വിശാലത ചിലപ്പോൾ നിനക്ക് തരാത്തത്, ആമേ, ഉയർച്ച നിനക്ക് നിൻ്റെ ജീവിതത്തിൽ ചില സമയങ്ങളിൽ വരാത്തത് എന്തെന്നറിയാമോ? ഇന്ന് പകൽ നിൻ്റെ മുമ്പിൽ വരുന്നവരുടെ മനസ്സ് കാണാനാ, മനസ്സ് മറ്റുള്ളവരുടേതായ വേദന അറിയാനാ, മറ്റുള്ളവരുടെ ഭാരം അറിയാനാ, മറ്റുള്ളവരുടെ നിരാശ അറിയാനാ. ഇന്ന് പകൽക്കാല ഇടുക്ക അനുഭവത്തിൽ കിടക്കുമ്പോൾ പ്രവാചക ശിഷ്യന്മാർ അടുത്ത് വന്ന് പറയാ, യോർദാനോളം പോയി ഓരോ മരം മുറിച്ചു കൊണ്ടുവന്ന് നമ്മുടെ ഇടുക്കം മാറ്റ, ഈ ഇടുക്കം മാറ്റ, ഈ പ്രതികൂലം മാറ്റ, ഈ കഷ്ടത മാറ്റ, ഈ ഞെരുക്കം മാറ്റ. അവിടെ ആഗ്രഹത്തെ ആ ദൈവദാസൻ തടഞ്ഞില്ല. ആ ദൈവദാസൻ പറഞ്ഞു, ഓക്കെ പോകാം. എന്നാൽ ഒരുത്തൻ പറഞ്ഞു, നീയും ഞങ്ങളുടെ കൂടെ വരണം, നീയും ഞങ്ങളുടെ കൂടെ വരണം. യോർദാനിൽ പോയി മരം മുറിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരുത്തൻ്റെ കോടാലി ഊരി വെള്ളത്തിൽ വീണ് കേട്ടോ. അവിടെ കിടന്ന് അയ്യോ നിലവിളിച്ചപ്പോ പ്രവാചകൻ ചോദിച്ചു, എന്താ? അയ്യോ, ഞാൻ വായ്പ വാങ്ങിക്കൊണ്ടുവന്ന കോടാലിയ ഇതാ ഊരി, ആമേൻ, യോർദാൻ ഇതാ വെള്ളത്തിൽ വീണു, എനിക്ക് അയ്യോ കഷ്ടം. നിലവിളിച്ചപ്പോൾ കൂടെ വിളിച്ച പ്രവാചകൻ, കൂടെ പോയ പ്രവാചകൻ ചോദിച്ചൊരു ചോദ്യം, അത് എവിടെയാ വീണത്? അത് എവിടെയാ വീണത്? ഇന്നോ പകൽക്കാലം വീണവനോട് ചോദിക്കുക, അത് എവിടെയാ വീണത്? അത് എവിടെയാ വീണത്? ഇന്നോ പകൽ ദൈവം നിങ്ങളോട് ചോദിക്കുക, നീ എവിടെയാ വീണത്? നിനക്ക് എവിടെയാ അബദ്ധം പറ്റിയത്? നിനക്ക് എവിടെയാ കുറവ് സംഭവിച്ചത്? നീ എവിടെയാ വീണത്?
വീണത്. ഇന്ന് പകൽ വീണ സ്ഥലം കാണിച്ചു കൊടുക്കാമെങ്കിൽ, വീണടം പറഞ്ഞു കൊടുക്കാമെങ്കിൽ, ഇന്ന് പകൽക്കാലം ആ വീണത് എടുത്തു തരാൻ എൻ്റെ ദൈവം മതിയായവനാണ്. വീണത് ഒരിടത്ത് പറയുന്നത് വേറൊരിടത്തുമാണെങ്കിൽ ഒരിക്കലും അത്ഭുതം നടക്കത്തില്ല. ഇന്ന് പകൽക്കാലം വീണടം പറഞ്ഞു കൊടുത്താൽ വിടുവിപ്പാൻ ശക്തൻ കൂടെയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകൾ സംഭവിക്കാം, നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ സംഭവിക്കാം, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ സംഭവിക്കാം. പക്ഷെ അതും പൊതിഞ്ഞു കെട്ടിക്കൊണ്ട് ജീവിതം മുന്നോട്ട് പോയാൽ പരാജയമാണ്, ജീവിത തകർച്ചയാണ്. ഇപ്പോ സന്തോഷമായിരിക്കും, ഇപ്പോ കുറവുകളില്ലായിരിക്കും. പക്ഷേ അധികം താമസിക്കുന്നതിന് മുമ്പ് തലേ കൈവച്ച് നിലവിളിക്കേണ്ട അനുഭവം വരാതിരിക്കണമെങ്കിൽ ഹല്ലേലൂയ, വീണടം പറഞ്ഞുകൊട്, വീഴ്ച സംഭവിച്ചത് പറഞ്ഞുകൊട്, അബദ്ധം പറ്റിയത് പറഞ്ഞുകൊട്. ആമേൻ. എന്നാൽ ഇന്നോ പകൽ ദൈവം വിടുവിക്കും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം. നമ്മളെ അറിയുന്ന തമ്പുരാൻ നമുക്ക് വേണ്ടി ഇറങ്ങും. ഹല്ലേലൂയ. നിങ്ങളുടെ വീട്ടിലിറങ്ങും, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇറങ്ങും. എൻ്റെ കുഞ്ഞിൻ്റെ ഭാവി, എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം, എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞ് ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ, ഇതിനകത്ത് കരയുന്നവരുണ്ടെങ്കിൽ, ഇന്ന് പകൽ ഞാനൊരു കാര്യം വ്യക്തമായി പറയാ, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങും. ഉള്ള അവസ്ഥ തുറന്നു പറഞ്ഞു, ഒരു സൊല്യൂഷനും പറഞ്ഞു കൊടുത്തു, കാര്യമെല്ലാം സക്സസ് ആയി. ഹല്ലേലൂയ. വിജയിച്ചു. അവളോട് പറഞ്ഞ എന്തുവാ, നീ വീട്ടിൽ പോ, ആ ഒരു ഭരണി എണ്ണ മതി എനിക്ക് അത്ഭുതം ചെയ്യാൻ. ഒരുപാട് കാര്യമൊന്നും വേണ്ട ദൈവത്തിന്. ഒരു കഴുത പച്ചത്താടിയെല്ലാം മതി എനിക്ക് കുന്നൊന്നേ കുന്ന് രണ്ടേ നാക്കാൻ. ഒരു വടി മതി എനിക്ക് ചെങ്കടലിനെ പിളർക്കാൻ. ഹല്ലേലൂയ. അല്പം പച്ചവെള്ളം മതി എനിക്ക് വീഞ്ഞാക്കാൻ. ഇന്നോ പകൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലിനോട് ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം. ഒരു ഉണക്ക വടിയായിരിക്കും കയ്യിലിരിക്കുന്നത്, പക്ഷെ അതുകൊണ്ട് അത്ഭുതം ചെയ്യാൻ എൻ്റെ ദൈവത്തിന് കഴിയോ? ആമേ. ഒരു കഴുത പച്ച താടി എല്ലായിരിക്കും നിൻ്റെ മുമ്പിലുള്ളത്, പക്ഷെ അതുകൊണ്ട് കുന്നൊന്നേ കുന്ന് രണ്ടേ നാക്കാൻ കഴിയോ? AK-47 വേണ്ട, വടിവാളും ചുരുട്ടുവാളും വേണ്ട. ഇന്നോ പകൽക്കാലം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അഭിഷേകം നിന്റെ മേൽ പകർന്നു കഴിഞ്ഞാൽ, എൻ്റെ ദൈവത്തിൻ്റെ ശക്തി നിന്റെ മേൽ പകർന്നു കഴിഞ്ഞാൽ, നിന്റെ മേൽ പകർന്നിരിക്കുന്ന അല്പ എണ്ണ മതി, നിന്റെ മേൽ പകർന്നിരിക്കുന്ന അല്പ എണ്ണ മതി, അത് മതി. ഇന്നോ പകൽക്കാലം അത് മതി. കർത്താവ് എൻ്റെ ദാസൻ അവളുടെ മേൽ പകർന്നു പറഞ്ഞു കൊടുത്തതുപോലെ അവൾ വീട്ടിൽ വന്നു ചെയ്തു. കാര്യം വിജയകരമായി. പിന്നെ ആ പരിസരത്തിൽ അവളെ കണ്ടില്ല എന്നാണോ? പ്രൈസലോ. കഷ്ടതയും പ്രശ്നവും പ്രതികൂലവും ആവുമ്പോൾ പള്ളിയും പ്രാർത്ഥനയും സ്തോത്രവും ഹല്ലേലൂയയും ഗ്ലോറിയൊക്കെ വിളിക്കുന്ന കേട്ടാൽ ചെറിയ കൊണ്ണി കിടുങ്ങും. പ്രൈസലോ. വാസപ്രാർത്ഥനയിലൊക്കെ കിടന്ന് സ്തോത്രം പറയും. പ്രൈസലോ. അപ്പോഴപ്പോഴാ ദൈവദാസനെ വിളിച്ച് പ്രാർത്ഥനയും സ്തോത്രം ഹല്ലേലൂയൊക്കെ പറയുക. പ്രശ്നം കഴിയുമ്പോൾ പിന്നെ പള്ളിയാറ്റും ബന്ധമില്ല, പാസ്റ്ററുമാറ്റും ബന്ധമില്ല, ആത്മീയവും ഇല്ല, പ്രാർത്ഥനയില്ല. പിന്നെ കാണണമെങ്കിൽ അടുത്ത പ്രശ്നത്തിൽ കാണണം. ഇവിടെ പ്രശ്നം മാറി, ഇവിടെ വീട് മൊത്തം എണ്ണ കൊണ്ട് നിറഞ്ഞു, അടുത്ത വീട്ടിലെ പാത്രങ്ങളെല്ലാം നിറഞ്ഞ് ഇവിടെ ഓടിയതെവിടെയാ? സ്തോത്രം ഹല്ലേലൂയ. അടുത്ത മെല്ലിലല്ല ഓടിയത്, മെല്ലിൽ പോയി കുറേ എണ്ണ കിട്ടിയിട്ടുണ്ട്, എങ്ങനെ എടുക്കുമെന്ന് ചോദിക്കാൻ എത്ര റേറ്റ് തരുമെന്നല്ല ചോദിക്കാൻ പോയത്. പ്രൈസല്ലോ. ഒരു 5-6 പാത്രം എണ്ണ വീട്ടിൽ ഇരിക്കുന്നുണ്ട്. ഹോൾസെയിലായിട്ടോ റീറ്റെയിലായിട്ടോ തരുമോ എന്ന് ചോദിക്കാനല്ല ഓടിയത്. അടുത്ത മെല്ലുകാരൻ്റെ അടുത്തല്ല ഓടിയത്, അടുത്ത സൂപ്പർ മാർക്കറ്റിലല്ല ഓടിയത്, അടുത്ത ബ്ലൈഡുകാരൻ്റെ അടുത്തല്ല ഓടിയത്. അവൾ ആദ്യം ഓടിയത് ദൈവദാസൻ്റെ അടുത്താണ്. ആദ്യവും അവസാനവും അവൾ ഓടിയത് ദൈവദാസൻ്റെ അടുത്താണ്. ഇല്ലായ്മയിലും ദൈവദാസൻ്റെ അടുത്തോടി. ദൈവം നന്മ കൊടുത്തപ്പോഴും ദൈവദാസൻ്റെ അടുത്തോടി. അവിടെ പോയിട്ട് പറയോ, ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുകയാ. നന്ദിയുള്ളവളായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്നു പകൽക്കാലം നമ്മുടെ ഒന്നും ദൈവത്തിന് വേണ്ട. നമ്മുടെ ബാങ്ക് ബാലൻസും വേണ്ട, നമ്മുടെ കാശും വേണ്ട,
നമ്മുടെ ഒന്നും വേണ്ട. ദൈവം ഒരു അത്ഭുതം ചെയ്യുമ്പോൾ നീ ദൈവസന്നിധിയിൽ നിന്ന് ഒരു നന്ദി പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. ദൈവത്തിനൊരു നന്ദി പറയാൻ പറ്റുമോ? അതാ ആമേൻ. എൻ്റെ സ്തുതി ഞാൻ മറ്റാർക്കും വിട്ടുകൊടുക്കത്തില്ല. അത് വിഗ്രഹങ്ങൾക്കോ ഊമദൈവങ്ങൾക്കോ ഒന്നിനും ഞാൻ കൊടുക്കത്തില്ല. എൻ്റെ മഹത്വം ഞാൻ മറ്റാർക്കും വിട്ടുകൊടുക്കത്തില്ല. എൻ്റെ സ്തുതി ഞാൻ മറ്റാർക്കും വിട്ടുകൊടുക്കത്തില്ല. ഇന്നു പകൽ നിൻ്റെ കഷ്ടതയിൽ നിന്നെ നടത്തിയ, നിൻ്റെ പ്രതികൂലത്തിൽ നിന്നെ നടത്തിയ, നിൻ്റെ പ്രശ്നത്തിൽ നിന്നെ നടത്തിയ, നിന്നെ ജയകരമായി നടത്തിയ കർത്താവിൻ്റെ സന്നിധിയിൽ ഇന്നോ പകൽക്കാലം പോയി ആ കർത്താവിനൊരു നന്ദി പറയാൻ പറ്റുമോ? ഈ പ്രതികൂലത്തിൻ്റെ നടുവിൽ നടത്തിയതിന്, ഈ കഷ്ടതയുടെ നടുവിൽ നടത്തിയതിന്, ഒരു പുതിയ വർഷം 2025 കാണാൻ ദൈവം ഭാഗ്യം തന്നതിന്